ക്രിക്കറ്റ് നിരീക്ഷകൻ പി രംഗനാഥൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി രംഗനാഥൻ, കഴിഞ്ഞ മത്സരത്തിൽ 11-ൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ? ആ ടീം പൊളിച്ചെഴുതേണ്ട ഒരു ആവശ്യമുണ്ടോ? ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റാനായിട്ട് ക്യാപ്റ്റനോ അല്ലെങ്കിൽ ടീം മാനേജ്മെന്റോ മുതിരില്ല എന്ന് തന്നെ വിചാരിക്കാം. കാരണം പ്രത്യേകിച്ച് കരുത്തരായിട്ടുള്ള ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ ബോളർമാർ, മഹേഷ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത് ഒരു ബോളറിനെ, സ്പിന്നറിനെ മാറ്റിയിട്ട് ഒരു ഫാസ്റ്റ് ബോളറിനെ ഇൻക്ലൂഡ് ചെയ്യുമെന്നുള്ളതാണ്. പക്ഷെ അതിനും സാധ്യത നമുക്ക് പിച്ചിന്റെ ആ ഒരു സാഹചര്യമൊക്കെ നോക്കിയായിരിക്കും ടീം മാനേജ്മെന്റ് തീരുമാനമെടുക്കുക. റാണ കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും അദ്ദേഹം കളിച്ചില്ല. അപ്പൊ ഫൈനലില് അദ്ദേഹത്തിനെ കളിപ്പിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്, ഒരു സ്പിന്നറിനെ ഒഴിവാക്കിയിട്ട്. പക്ഷെ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ, പ്രത്യേകിച്ച് ന്യൂസിലാൻഡിനെതിരെ ഒരു ടീമിന് മാറ്റം വരാനായിട്ട് സാധ്യത വളരെ കുറവായിരിക്കും. അങ്ങനെ വരികയാണെങ്കിലും കുൽദീപ് യാദവിന് പകരം റാണേനെയോ അല്ലെങ്കിൽ അർഷദീപിന് ഇതുവരെ ഒരു മത്സരവും കളിച്ചിട്ടില്ല. അതുകൊണ്ട് റാണയ്ക്ക് തന്നെ ആയിരിക്കും ഒരു സാധ്യത. യെസ്, സഫാൻ, ഒരു മാറ്റത്തിനും സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും ന്യൂസിലൻഡിന്റെ ഒരു സ്ക്വാഡിനെ നമുക്കറിയാം. കഴിഞ്ഞ മത്സരത്തിൽ രച്ചിൻ രവീന്ദ്ര ഒപ്പം തന്നെ കെയ്ൻ വില്യംസൺ നമ്മൾ ഭയക്കണം. മാറ്റ് ഹെൻറി, അദ്ദേഹത്തിന് നേരിയ പരിക്കുണ്ട്. അദ്ദേഹം കളിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല. ഡാരിൽ മിച്ചലിനെ പോലെയുള്ള താരങ്ങളും ഒരുപിടി പ്രതിഭാതരായ താരങ്ങൾ ഒക്കെയുള്ള ഒരു ടീമാണ്. എപ്പോഴും നമ്മൾ ഭയക്കേണ്ട ഒരു ടീമാണ്. ന്യൂസിലൻഡ് എത്രത്തോളം ശക്തമാണ് അവരുടെ ഒരു കടലാസിൽ? പക്ഷേ ഇന്ത്യ കഴിഞ്ഞാൽ ഈ ടൂർണമെന്റിൽ ഏറ്റവും സ്ട്രോങ് ലൈനപ്പുള്ളത് ന്യൂസിലാൻഡിനാണ്. അവർ പാകിസ്ഥാനിൽ ഒരു ത്രിരാഷ്ട്ര പരമ്പര ജയിച്ചിട്ടാണ് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുന്നത്. അവിടെയും അവർ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചു, പിന്നീട് ബംഗ്ലാദേശിനെ തോൽപ്പിച്ചു. ഇന്ത്യയോട് മാത്രമാണ് അവർക്ക് തോൽക്കേണ്ടി വന്നത്. അവരുടെ ടീം ലൈനപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ വളരെ ബാലൻസ്ഡ് ആയ ഒരു സംഘമാണ്. കാരണം അവർക്കും സ്പിന്നർമാരുണ്ട്. ഇപ്പോൾ അവരുടെ ക്യാപ്റ്റൻ മിച്ചൽ സാന്നറും കൂടാതെ ബ്രേസ്വെല്ലും സ്പിന്നർമാരാണ്. കൂടാതെ അവരുടെ ബാറ്റ്സ്മാൻമാരായ ഗ്ലെൻ ഫിലിപ്സും രജിൻ രവീന്ദ്രയും ബോളർ ചെയ്യുന്നവരാണ്. അതായത് സ്പിന്നിനെ തുറക്കുന്ന ദുബൈ പിച്ചിൽ അവർക്കും 4 സ്പിന്നർമാരെ ഉപയോഗിക്കാം എന്നൊരു ആനുകൂല്യമുണ്ട്. പിന്നീട് അവരുടെ ബാറ്റ് ലൈനപ്പ് നോക്കുകയാണെങ്കിലും വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ 4 താരങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിച്ചവരാണ്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പൊതുവേ ഈ ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ച് എന്ന് പറയുന്നത് ദുബായ് സ്റ്റേഡിയത്തിലേതുപോലെ ഒരു സ്പിന്നിനെ തുറക്കുന്ന പിച്ചാണ്. അപ്പോൾ അവിടെ കളിച്ച രജിൻ രവീന്ദ്ര, ഡെവൻ കോൺവേ അടക്കമുള്ളവരുടെ, ഡയറി മിച്ചൽ അടക്കമുള്ളവരുടെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അവർക്ക് ഗുണം ചെയ്യും. പിന്നീട് അവരുടെ ഒരു സ്റ്റാർ ബാറ്റർ എന്ന് പറയുന്നത് കെയ്ൻ വില്യംസൺ ആണ്. അദ്ദേഹം സ്പിന്നിനെ വളരെ നന്നായിട്ട് എതിരിടുന്ന താരമാണ്. പ്രത്യേകിച്ചും ലെഫ്റ്റ് ആം സ്പിന്നർമാർക്കെതിരെ അദ്ദേഹത്തിന്റെ ആവറേജ് 100-ന് മുകളിലാണ്. ഇന്ത്യയുടെ 4-ൽ 3 ബോളർമാരും ഇടങ്കയ്യന്മാരാണ് എന്ന് കൂടി നോക്കണം, സ്പിന്നർമാർ. യെസ്, അതാണ്. അപ്പോൾ സ്പിന്നിനെ നന്നായി കളിക്കുന്ന താരങ്ങളാണ്. പക്ഷേ ന്യൂസിലാൻഡിന്റെ കോച്ച് ഗാരി സ്റ്റേഡ് പറയുന്നത് ഞങ്ങൾ പേടിക്കുന്നത് വരുൺ ചക്രവർത്തിയെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം 5 വിക്കറ്റ് ഞങ്ങൾക്കെതിരെ നേടിയിട്ടുണ്ട്. വിക്കറ്റ് പോകാതെ കാക്കുക, ഒപ്പം വരുണിനെ എതിരെ റൺസ് അടിക്കുക.